ഹലോ. ഇന്ന് ഞാൻ പറയാൻ പോണത് കേരളത്തിൽ അധികം ആരും തുടങ്ങാത്ത എന്നാൽ നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ഇതിന് വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതുവരെ ഇല്ല. വേറെ ഒന്നുമല്ല, ഷൂ ലോണ്ടറി ആണ്, ഷൂ ക്ലീനിങ് ബിസിനസ്സാണ്. ഇത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഈ ഷൂ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാനായിട്ട് പറ്റും. ചെറിയ മുതൽ മുടക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി തന്നെ പ്രൊമോട്ട് ചെയ്ത് ഇത് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഈ സർവീസ് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു കേസ് സ്റ്റഡി ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നടത്തിയപ്പോൾ അവർക്ക് അധികം ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇവരെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇട്ടിട്ടാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോസ് മുതൽ ഞാൻ പറയുന്നതാണ് ഓൺലൈൻ പ്രസൻസ് മസ്റ്റാന്നുള്ളത്. നിങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാ ബിസിനസ്സുകൾക്കും ഓൺലൈൻ പ്രസൻസ് മസ്റ്റാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇവർ വീഡിയോ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിലുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള വീഡിയോസാണ് കണ്ടിരിക്കാനായിട്ട്. ഈ ഷൂ ക്ലീനിങ്ങിൻ്റെ എല്ലാം വീഡിയോ, മാനുഫാക്ചറിങ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ആളുകൾ കണ്ടിരിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ വീഡിയോസിനെ പുഷ് ചെയ്യും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതുവഴി ഓർഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചെറിയ മുതൽ മുടക്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ ഷൂ ക്ലീനിങ് എങ്ങനെയാണെന്ന് പ്രൊഫഷണലി പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം യൂട്യൂബിൽ തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ആമസോണിലൊക്കെ അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. ആമസോണിൽ നിന്ന് വാങ്ങാവുന്നേ ഉള്ളൂ. വലിയ കോമ്പറ്റീഷനൊന്നും നിലവിൽ ഇതുവരെ ഇല്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാം. പിന്നെ ഈ ഷൂ ക്ലീനിങ് എന്ന് പറയാൻ നേരത്തെ ജസ്റ്റ് ക്ലീനിങ് മാത്രമായിട്ട് ഇരിക്കണമെന്നില്ല. നിങ്ങൾക്ക് അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ ക്ലീനിങ് പ്ലസ് ഷൂവിൻ്റെ റിപ്പയറിങ്ങും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് തുടക്കത്തിൽ വേണമെന്നില്ല. കുറച്ച് ഡെവലപ്പ് ആയതിനു ശേഷം ഡാമേജ് വന്ന ഷൂസ് നിങ്ങൾ റിപ്പയറും ചെയ്യും, ക്ലീൻ ചെയ്യും, എന്നിട്ട് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ലേഡീസ് ബാഗിൻ്റെ ക്ലീനിങ്ങും റിപ്പയറിങ്ങും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജെൻസ് വാലറ്റിൻ്റെ റിപ്പയറിങ്, ഇതൊക്കെ അനുബന്ധമായിട്ടുള്ള മേഖലകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പാൻഷനും ഇതിൽ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പലർക്കും നമ്മുടെ നാട്ടിൽ ഒന്നിലധികം ജോഡി ഷൂസ് ഉണ്ട്. കാരണം പല ഒക്കേഷനും പല രീതിയിലാണ് ഷൂസ്. ഇപ്പോൾ റണ്ണിങ്ങിന് ഉപയോഗിക്കുന്ന ഷൂസ് എല്ലാം വാക്കിങ്ങിന് ഉപയോഗിക്കണം. അതിനുപയോഗിക്കുന്ന ഷൂസ് എല്ലാം മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റികൾക്ക് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഫോർമൽ മീറ്റിങ്ങിൽ വേറൊരു തരത്തിലുള്ള ഷൂ ആണ്. അപ്പോൾ ഒരുപാട് ഷൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാദരക്ഷകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല ജോഡി പാദരക്ഷകളുണ്ട്. ഇപ്പോൾ ചിലവരുടെ സ്റ്റിച്ചിങ് ഒക്കെ ഒന്ന് വിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അതെന്തോ പുറത്ത് കൊണ്ടുപോയി ആ ഡാമേജ് അത് റിപ്പയർ ചെയ്ത് തിരിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അത് ചെയ്യാനുള്ള മടി കൊണ്ടോ എന്തോ ആ ബുദ്ധിമുട്ട് കൊണ്ട് അവർ ആ ഷൂ ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും നിങ്ങളുടെ വീഡിയോ അവരുടെ മുന്നിലെത്തുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സർവീസിനുള്ള സാധ്യത അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു ബ്രാൻഡ് പോലെ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കൂടുതലായിട്ട് ഓർഡറുകൾ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് വീട്ടിൽ തന്നെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കൊറിയർ അയച്ചു തരും. കസ്റ്റമർ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് ക്ലീനിങ്ങിന് ശേഷം കസ്റ്റമർക്ക് റിട്ടേൺ അയച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ലോക്കൽ മാർക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ തുടങ്ങാനായിട്ട് സാധിക്കും. പല സാധ്യതകളുണ്ട് ഇതിൽ. ഷൂ ലോണ്ടറി, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പയറിങ് പ്ലസ് ലോണ്ടറി, പിന്നെ ലേഡീസ് ബാഗിൻ്റെ റിപ്പയറിങ് പ്ലസ് ലോണ്ടറി, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പലരും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലക്ഷറി ഷൂസ് എല്ലാം യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് പ്രൊഫഷണലി തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും ചുമ്മാ വാഷിംഗ് മെഷീനിലേക്കൊന്നും എടുത്തിടാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത്തരം സർവീസുകൾ നിങ്ങൾ തുടക്കുകയാണെങ്കിൽ, അതൊന്നും തുടക്കത്തിൽ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. തുടക്കത്തിൽ ജസ്റ്റ് ഒരു ചെറിയൊരു കാറ്റഗറി എല്ലാം പിടിച്ച് നിങ്ങൾക്ക് തുടങ്ങാം. സ്നീക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം. ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ റീച്ച് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കേസ് സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഈ ബിസിനസ് അല്ലാതെ മറ്റേത് ബിസിനസ് തുടങ്ങുമ്പോഴും നിങ്ങൾ ഓൺലൈൻ പ്രസൻസ് നിങ്ങൾക്ക് മസ്റ്റാണ്. ഓൺലൈനിൽ നിങ്ങൾ വീഡിയോ ചെയ്തിരിക്കണം. കാരണം ഏതെങ്കിലും ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് വരുന്നതോടുകൂടിയാണ് നിങ്ങളെ സമൂഹത്തിൽ അറിയപ്പെടുന്നത്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾ അറിയപ്പെടുന്നത്. ആ വന്ന കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റഡ് ഓർഡേഴ്സ് തരാനായിട്ട് വരും. അവരെ നമ്മൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് എന്ന് പറയും. പുതിയൊരു കസ്റ്റമറെ കണ്ടെത്തുന്നതിലും എളുപ്പമാണ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളത്. വലിയ ബ്രാൻഡുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി അതാണ്. ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആവട്ടെ, അവർ വീണ്ടും നമ്മൾ റീടാർഗറ്റിംഗ് ചെയ്യും. റീടാർഗറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബിസിനസ്സാണ്. തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ തുടങ്ങാം.
ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. അതെല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. വളരെ ഇപ്പോൾ പരാജയപ്പെട്ടപ്പോൾ തന്നെ എന്താ, കുറച്ച് പൈസയുള്ള, അതുകൊണ്ട് നിങ്ങൾക്ക് കടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവണില്ല. അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും തുടങ്ങണമെന്നുള്ളവർക്ക് തുടങ്ങി നോക്കാം. ഈവൻ വീട്ടമ്മമാർക്ക് വരെ അത് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയ നിങ്ങളുടെ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.